ഹലോ കൂട്ടുകാരെ, നമുക്ക് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് അയില വെച്ചൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം. പാകം ചെയ്യാനായിട്ടുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയിട്ട് ഒന്ന് പൊട്ടിക്കുക. ഉലുവയൊക്കെ നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 6-7 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതൂടെ ഈ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയോടെ ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നിങ്ങളുടെ എരിക്ക് അനുസരിച്ച് കുരുമുളക് പൊടി ഇടുക. നമ്മളിവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നു. പൊടികളെല്ലാം നല്ലതുപോലെ വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഇളക്കിയെടുക്കുക, ആ പച്ചമണം മാറുന്നിടം വരെ. 4 വടക്കമ്പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും വടക്കമ്പുളിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാകത്തിനുള്ള വെള്ളമോട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മീൻ കഷ്ണങ്ങൾ എത്ര ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടുന്നത്. പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിനി ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ അരപ്പുവട നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില കഷ്ണങ്ങൾ ഈ അരപ്പിലേക്ക് ഇട്ടു കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. എന്നാലല്ലേ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുത്തുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ കിടന്ന് തിളച്ച് മറിയുകയാണ്. നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും മറക്കാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ. എന്നാലേ നമ്മുടെ ചാനലിലിടുന്ന ഓരോ വീഡിയോസുകളും ഷോർട്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ ഓരോ വീഡിയോസുകളും ഷോർട്സുകളും കാണുമ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായവും കമൻ്റായിട്ട് ലൈക്കും ചെയ്യണം. നമ്മുടെ സ്പെഷ്യൽ അയലക്കറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. അതുപോലെ എല്ലാവർക്കും വീടുകളിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ. അപ്പം നമ്മുടെ സ്പെഷ്യൽ അയലക്കറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം. ബായ്.